പുത്തുമണികളെ കണ്ടോളി നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ബാത്റൂമിൻ്റെ ക്ലീനിങ് അല്ല കേട്ടോ. ഈ ടൈല് കംപ്ലീറ്റ് പൊളിച്ച് വെക്കുക. സംഭവം എന്താ നമ്മൾ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് പൊളിക്കാനുള്ള കാരണം. ഇതിൽ യൂറോപ്യൻ ഇത് ബെഡ്റൂമത്തേന് അപ്പോൾ ഇവർക്ക് എന്താണ് സ്മെല്ല് വരുന്നത്. സ്മെല്ല് പറഞ്ഞത് മുമ്പത്തെ കാലത്ത് അപ്പൊക്സലൊന്നും ചെയ്യാതെ ചെയ്തതിന് അതുകൊണ്ട് വെള്ളം ഇറങ്ങി ബെഡ്റൂമൊക്കെ കിൻസിലുണ്ട്. അടിഭാഗത്തേക്ക് വെള്ളം ഇറങ്ങിയിട്ട് അടിയിൽ നിന്നൊക്കെ എച്ചിൽ മേപ്പെട്ട് വരുന്നുണ്ടായിരുന്നു യൂറോപ്യൻ ക്ലോസറ്റൊക്കെ. പിന്നെ അതിൻ്റെ പ്ലംബിങ്ങാരെ വന്ന് ഊരച്ചാട്ടോ ഇത് അടി കണ്ട് പൊട്ടീന്. അപ്പോൾ ഇത് കംപ്ലീറ്റ് പൊളിച്ചങ്ങോട്ട് പുതിയ പോലെ ഒട്ടിക്കാനുള്ള പരിപാടിയാണ്. ഒരു ബാത്റൂം മതി. രണ്ടാമത്തെ ബാത്റൂം ഇതാണ് ഡൈനിങ് ഹാളിൽ എല്ലാവർക്കും മൊത്തത്തിൽ യൂസ് ചെയ്യണേ കണ്ടില്ലേ. ഇതും അതേപോലെ അവസ്ഥയാണ് കണ്ടില്ലേ. നമ്മളന്നത്തെ വർക്ക് നമ്മളെ കൂടെ ഒരാൾ കൂടി ഉണ്ട്. നമുക്ക് ഒറ്റ ദിവസത്തെ വർക്കാണ്. നമ്മളെ കൂടെ ഒരാളുണ്ട്. ഈ കംപ്ലീറ്റ് ടൈല് പൊളിച്ച് ഒഴിവാക്കുക. പിന്നെ വേറെ ചെറിയൊരു സ്ഥലത്തും പൊളിക്കാണ്ട് നമ്മൾ കാണിച്ചു കേട്ടോ. ഇതിൻ്റെ ക്ലോസറ്റ് എടുക്കണില്ല കേട്ടോ. അതവിടെ നിർത്താണ്. അതിന് പൊട്ടൊന്നും കൊടുങ്ങാത്ത രൂപത്തിൽ പൊളി തുടങ്ങിയിട്ടോ. നമുക്ക് ഈ പൊളിക്കുമ്പോൾ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്താണ്, ഒരുപാട് സ്ഥലത്ത് ബോർഡുകളുണ്ട്. അതിന് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ പ്ലംബിങ്ങിൻ്റെ പൈപ്പ് മാറ്റുന്നില്ല. അപ്പോൾ പൈപ്പുകളൊന്നും പൊട്ടാൻ പറ്റില്ല. അപ്പോൾ നല്ല ശ്രദ്ധപൂർവ്വം പൊളിക്കണം നമുക്ക്. കാരണം അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. പൈപ്പുകളൊക്കെ നമ്മൾ ആഫ്റ്ററിൽ കാണിച്ചു തരാം. ചില സ്ഥലത്തൊക്കെ ടൈൽസ് നല്ല പുടുത്തം പൊളിഞ്ഞാണ്ട് പോരുന്നില്ല. അതാ നമ്മൾ കൂടുതൽ മുത്തുമണി ഉണ്ട്. നമ്മുടെ നാട്ടിൻ്റെ അയൽക്കാരനാണ് കുഞ്ഞിമാൻ മുത്തുമണി. അല്ലാ വേസ്റ്റ് കൊണ്ടുപോയി വാരിടാനൊക്കെ മൂപ്പരുണ്ട്. നമുക്ക് പൊളിച്ച മൂപ്പരങ്ങനെ വാരി കൊണ്ടുപോയി എല്ലാം സെറ്റാക്കും. നമ്മളെ അയലോക്കത്തുള്ള തന്നെ സാധു മിസ്കിനാണ്. അള്ളാഹ് മുത്തുമണിയുടെ മാഷാ അള്ളാഹ് ദീർഘായുസ്സ് എടുക്കട്ടെ. എന്നും ആരോഗ്യം ആഫിയത്തുണ്ടാകട്ടെ. പിന്നെ അതാണ്ടല്ലേ നമ്മൾ ആഫ്റ്റർ കാണിച്ചത്. അതാണ് ഫസ്റ്റത്തെ ബാത്റൂം കണ്ടില്ലേ. യൂറോപ്യൻ ഫിറ്റ് തന്നെയല്ലേ. പൈപ്പും കാര്യം കണ്ടെങ്കിൽ പൈപ്പിന് നമ്മൾ പൊട്ടും കുടുങ്ങാത്ത രൂപത്തിൽ എല്ലാം സെറ്റാക്കി കണ്ടില്ലേ. പൈപ്പ് കണ്ടെങ്കിൽ ചിലയിടത്തൊക്കെ അടർന്ന് പോരുന്നുണ്ട്. പൂവിലുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്ത് തേപ്പടക്കി അടർന്ന് പോകുന്നതിന്. ഇത് ഇനി തേക്കുണ്ട് ഇനി തേക്കും കേട്ടോ. തേച്ചിട്ട് ചെയ്യുള്ളൂ. അവിടെ തന്നെ പിന്നെ പ്ലംബിംഗുകാർക്കും വേണ്ടി നമ്മളോട് കോൺക്രീറ്റ് പൊളിച്ചിടാൻ പറഞ്ഞു. ആ പൈപ്പ് ഇനി ചുമരുമ്പോൾ കൊടുക്കും. ക്ലോസറ്റ് ഇനി ചുമരുമ്പോൾ കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് പൊളിച്ചിടാൻ പറഞ്ഞു. ഓക്കെ നമ്മൾ പൊളിച്ചിട്ട് കൊടുത്തു. ഓൾക്ക് എന്ത് ഡ്രില്ലായിട്ട് വരേണ്ട ആവശ്യമില്ല. ആ മണ്ണിട്ട് മാന്തിയാൽ മതി. കട്ട് ചെയ്തിട്ട് ചുമരുമ്പോൾ കൊടുത്താൽ. ഇതാ രണ്ടാമത്തെ ബാത്റൂം ഇതാ ഡൈനിങ് ഹാളിൽ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അതിൻ്റെ ക്ലോസറ്റ് നമ്മളവിടെ നിർത്തി. ഒരു പൊട്ടും കാര്യം കുടുങ്ങാതെ പരിക്കൊന്നും കുടുങ്ങാതെ നല്ല വൃത്തിയിൽ നമ്മളവിടെ നിർത്തി കൊടുത്ത്. ക്ലോസറ്റ് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഉണ്ടല്ലേ. ഒരു പൊട്ടും കാര്യം കുടുങ്ങിയില്ല. സെറ്റാക്കി കൊടുത്തെല്ലാം. അവിടെയൊക്കെ പൈപ്പുണ്ട്. നമ്മൾ പറഞ്ഞല്ലേ ചിലയിടത്ത് തേപ്പ് അടർന്ന് പോരുന്നു. അവിടെയൊക്കെ പൂലുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ നമ്മൾ വെക്കുമ്പോഴത്തിന് തന്നെ അടർന്ന് പോകുന്നതിന്. പിന്നെ അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ മുത്തുമണികളെ ഡൈനിങ് ഹാളിൽ മുമ്പ് കാലത്ത് ഒരു മോഡൽ കൊടുത്തിന്. ഇവിടെ ഉണ്ടല്ലേ അവിടെ വെള്ളം ചാടുന്ന സെറ്റപ്പൊക്കെ ആയി. നമ്മൾ പൊളി തുടങ്ങിയിട്ട് അവിടെ അതിൻ്റെ ഇടയിൽ ബിഫോർ എടുക്കാൻ പറഞ്ഞു. അല്ലാ മുത്തുമണികളെ. അപ്പോൾ ഈ കാണുന്ന തുണ്ടും ആ കാണുന്ന സാധനമല്ലേ ആ മൺകലൊക്കെ വെച്ച് അതൊക്കെ അത് പൊളിച്ച് നോക്കിയിട്ട് അവിടെ ഓപ്പൺ ആക്കി വെക്കാം. അതുപോലെ ഒരു വാസ് വൈസൊക്കെ ആണ്. ഇത് നമ്മൾ ലാസ്റ്റ് ഫൈനൽ വർക്ക് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മുത്തുമണികളെ. അപ്പോൾ അതിൻ്റെ പൊളി കൊടുക്കണില്ല. വർക്ക് വീഡിയോ കൊടുത്തതിൻ്റെ ആഫ്റ്റർ കൊടുക്കണോണ്ടല്ലേ കൂടുതൽ സെറ്റാക്കി കൊടുത്ത് അതിനുണ്ട്. ഇതുപോലെ നമ്മൾ വൈബ് അങ്ങ് ഫിനിഷ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. ഓക്കെ ഗുഡ് ബൈ. താങ്ക് യു മുത്തുമണികളെ. നമുക്ക് ഒറ്റ ദിവസം വർക്ക് ചെയ്യണ്ടോ രണ്ടാൾക്കാരെ. ഓക്കെ.